എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. ഒപ്പം നിങ്ങളുടെ എന്തെങ്കിലും ഒരു കമന്റ്, ഏറ്റവും കുറഞ്ഞത് ഒരു ഹാർട്ട് എങ്കിലും കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്ക്. നിങ്ങളുടെ സ്നേഹം എനിക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ കുറച്ചധികം ആളുകളിലേക്ക് എത്തിക്കാൻ അത് എന്നെ സഹായിക്കുകയും ചെയ്യും. ഇനി നിങ്ങൾ ഇതാരാണെന്നല്ലേ നോക്കുന്നത്? ഇവളുടെ പേരാണ് മാളു. ഒരു മാസമായിട്ടുള്ളൂ എൻ്റെ കയ്യിൽ ഇവള് വന്നിട്ട്. വലിയ കുഴപ്പമില്ലാണ്ടെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അസത്തി പറന്ന് തുടങ്ങിയിട്ടില്ല, പറക്കാറാവുന്നേ ഉള്ളൂ. ശരിക്കും കൂട്ടിനകത്ത് വെച്ചപ്പോഴേക്കും ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഭയങ്കര വിളിയായിരുന്നു. അതുകൊണ്ട് ഞാൻ അടുത്ത് തോളത്ത് വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, അതെ, സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. നമ്മുടെ വീഡിയോ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് വ്യൂസ് കുറയുന്നുണ്ട്. അതിന്റെ കാരണം എത്ര നോക്കിയിട്ടും മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങളോട് സപ്പോർട്ട് ചെയ്തേക്കുക. മലയാളികൾ ചോദിച്ചാൽ എന്തും വാരിക്കോരി കൊടുക്കുമെന്നാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം തന്ന് സഹായിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കുറേയധികം പ്രശ്നങ്ങൾ നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2025 തുടങ്ങിയ ദിവസം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ, കൊലപാതകം, സ്ത്രീപീഡനം, അങ്ങനെ കുറേയധികം വാർത്തകൾ നമ്മൾ ഓരോ ദിവസവും കേൾക്കുകയാണ്. അതിപ്പോൾ അവസാനം എത്തി നിൽക്കുന്നത് ഷഹബാസ് എന്ന് പറയുന്ന ആ ഒരു മകന്റെ മരണത്തിലാണ്. അതിനുശേഷവും പിന്നെയും കുറെ ഇഷ്യൂസ് ഉണ്ടായി. പക്ഷേ ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതകം നടന്നത് അവസാനം അവിടെയാണ്. അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരായിക്കോട്ടെ, അങ്ങനെ പല മേഖലയിലുള്ള ആൾക്കാരും ബ്ലെയിം ചെയ്യുന്നത് മാർക്കോ എന്ന് പറയുന്ന സിനിമയാണ്, അല്ലെങ്കിൽ അതിലെ വയലൻസിനെയാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? മാർക്കോ എന്ന സിനിമ ഇറങ്ങിയത് കൊണ്ടാണ് ഇത്രയധികം വയലൻസ് നമ്മുടെ നാട്ടിൽ ഉണ്ടായത് എന്നൊരു അഭിപ്രായക്കാരനാണോ അല്ലെങ്കിൽ അഭിപ്രായക്കാരിയാണോ നിങ്ങൾ? ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ആ ഒരു സിനിമ ഇറങ്ങിയത് കൊണ്ട് മാത്രമല്ല ഇത്രയധികം വയലൻസ് നടന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഈ ഒരു വിഷയം എടുക്കാനുള്ള കാരണം, സംവിധായകൻ ജയരാജ് അദ്ദേഹത്തിന്റെ ഒരു പത്രക്കുറിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കുറിപ്പ് ഒന്ന് വായിക്കാം. അതിൽ ഏതാണ്ടൊക്കെ സത്യമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതൊരു വിഷയമായിട്ട് സംസാരിക്കുന്നത്. നിങ്ങളിത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ളതും കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിയേക്കുക. അവളത് എൻ്റെ ചെവി കടിക്കുക. സ്റ്റഡ് ഉണ്ടല്ലോ, അപ്പോൾ സ്റ്റഡ് കടിച്ചെടുക്കാൻ നോക്കുകയാണ്. കടിക്കല്ലേ. കുട്ടികളിലെ ആക്രമണ പ്രവണതയ്ക്ക് കാരണം സിനിമയല്ല, ജയരാജ്. ഇതാണ് ഹെഡിങ്. കുട്ടികളിലെ ആക്രമണ പ്രവണതയ്ക്ക് കാരണം സിനിമയാണെന്ന ആരോപണം ശരിയല്ലെന്ന് സംവിധായകൻ ജയരാജ്. തങ്ങൾക്ക് ചെറുപ്പത്തിൽ കിട്ടാത്തത് ലഭ്യമാക്കാൻ കുട്ടികളെ ആവശ്യത്തിൽ കൂടുതൽ ലാളിച്ച് അവർ പറയുന്നതെല്ലാം വാങ്ങിക്കൊടുത്ത് വളർത്തുന്ന രക്ഷകർത്താക്കൾക്ക് കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നു. ഇതാണ് അദ്ദേഹം പറയുന്ന ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഒരു പരിധി വരെ അത് ശരിയല്ലേ? ഇന്നത്തെ പാരന്റ്സ്, ഇപ്പം നമ്മളൊക്കെ പഠിച്ച് വളർന്ന സമയത്ത്, ഇപ്പം അമ്മയോട്, ഇപ്പം എൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, അമ്മയോട് ഞാൻ പറയാണ്, അമ്മ എനിക്ക് ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞാൽ, എടാ അത് ഇന്നില്ല, എൻ്റെ കാശ്, അത്രയും കാശില്ല, നമുക്ക് വേറൊരു സമയത്ത് നോക്കാം എന്നും പറഞ്ഞ് മാക്സിമം അമ്മ അത് പുഷ് ചെയ്ത് വിടാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങളുടെ എല്ലാം പാരന്റ്സ് ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇന്നത്തെ പാരന്റ്സ് ചെയ്യുന്നത് എന്താണ്? അയ്യോ, എനിക്കിത് കിട്ടിയിട്ടില്ലല്ലോ, അപ്പോൾ എൻ്റെ മോൻ ഒരു കുറവുമില്ലാതെ, അല്ലെങ്കിൽ എൻ്റെ മകള് ഒരു കുറവുമില്ലാതെ വളരണം. അതുകൊണ്ട് അവർ കടമായാലും പലിശക്കെടുത്താണെങ്കിലും ഇത് മേടിച്ചു കൊടുക്കാൻ തയ്യാറാവും. അപ്പോൾ കുട്ടികൾക്ക് യാതൊരു കുറവും അറിയാതെയാണ് ഇന്നത്തെ ഭൂരിഭാഗം കുട്ടികളും വളരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് രക്ഷകർത്താക്കളെ യാതൊരു പേടിയുമില്ല. എന്ത് ചോദിച്ചാലും പാരന്റ്സ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെന്തും ചോദിച്ച് വാങ്ങുകയും ചെയ്യും. ഇനി വാങ്ങിച്ചു കൊടുക്കാത്ത പാരന്റ്സിനോട് ഒന്ന് വഴക്കടിച്ച് മാറിയിരിക്കുമ്പോഴേക്കും അവർ സങ്കടം തോന്നി ആ സാധനം വാങ്ങിച്ചു കൊടുക്കും. ഇതാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നിയത്, വീട്ടിലുള്ള 2 കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ ഈ പറയുന്ന പാരന്റ്സിന് കഴിയുന്നില്ല. അങ്ങനെയുള്ള സ്ഥാനത്ത് ഒരു ക്ലാസ്സിൽ 40ഉം 45ഉം കുട്ടികളാണുള്ളത് സ്കൂളുകളിൽ. ആ 45 കുട്ടികളെ ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ഇന്നത്തെ കാലത്ത് കുട്ടികളെ തല്ലാൻ പാടില്ല. നമ്മളൊക്കെ ഒരുപാട് തല്ലുകൊണ്ട് തന്നെയാണ് പഠിച്ചു വളർന്നു വന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് നേരെ വടിയെടുത്ത് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കാൻ ചെല്ലുന്നത് പാരന്റ്സ് ആയിരിക്കും. എന്റെ കുഞ്ഞിനെ എന്തിനാ തല്ലിയത്? അവൻ എന്ത് തെറ്റാ ചെയ്തത്? അവന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല, ഞാൻ അവനെ അങ്ങനെയാണ് വളർത്തിയത് എന്ന് പാരന്റ്സ് അങ്ങ് വാദിക്കുകയാണ്. ടീച്ചർമാർക്ക് ഉത്തരം മുട്ടിപ്പോകും. ടീച്ചർമാരുടെ വടിയെ കുട്ടികൾക്ക് പേടിയില്ല, വീട്ടുകാരെ പേടിയില്ല, പിന്നെ ഇവർ ആരെയാ പേടിക്കുക? സ്വാഭാവികമായിട്ടും ഇവരുടെ റൂട്ടുകൾ മാറി വരും. പിന്നെ ഇപ്പോൾ സ്കൂളുകളിലും കോളേജുകളിലും മുൻപിൽ ഈ പറയുന്ന കഞ്ചാവും മയക്കുമരുന്നും അതും ഇതൊക്കെ വെച്ചിട്ട് ആൾക്കാർ കാത്തു നിൽപ്പുണ്ട് ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി. സോ ഇതൊക്കെ ഒരു കാരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ബാക്കി ഇദ്ദേഹത്തിന്റെ വാക്കുകൾ നോക്കാം. കൊച്ചുകുട്ടിയുടെ കരച്ചിൽ നിർത്താൻ മൊബൈൽ ഫോൺ കൊടുക്കുകയും കാർട്ടൂൺ ചാനലിന് മുൻപിൽ പിടിച്ചിരുത്തുകയും ചെയ്യുകയാണ് രക്ഷകർത്താക്കൾ. ശരിയല്ലേ? കുഞ്ഞ് ചോറ് കഴിച്ചില്ലെങ്കിൽ ആ മോനേതാ മൊബൈൽ, ഇനി മോൻ കഴിക്കും അല്ലെങ്കിൽ മോള് കഴിക്കും. അവൻ പിന്നെ ആ മൊബൈലിലേക്ക് അങ്ങ് പോവുകയാണ്. പുറം ലോകവുമായിട്ട് കുട്ടികൾക്ക് യാതൊരു ബന്ധവുമില്ലാത്തൊരവസ്ഥ. ഒരു വീടുണ്ടെങ്കിൽ 5 പേരുണ്ടെങ്കിൽ 5 പേർക്ക് 5 മൊബൈലുണ്ട്. ഈ 5 മൊബൈലും എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. കോളിലുള്ള എൻഗേജ്ഡ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇവരെപ്പോഴും ഈ ഫോണിലായിരിക്കും. ഞാനും നിങ്ങളും ഒക്കെ ഈ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആണ്. കുഞ്ഞുങ്ങളിലും അതിന്റെ അഡിക്ഷൻ വല്ലാതെ കൂടിയിട്ടുണ്ട്. അപ്പൊ അതിനൊരു പരിധി വരെ കാരണക്കാര് പാരന്റ്സ് തന്നെയാണ്. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മൊബൈൽ ഫോൺ, ഇനി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കാർട്ടൂൺ ചാനൽ വെച്ചു കൊടുക്കുക. ഈ കാർട്ടൂൺ ചാനലിൽ കൂടുതൽ എന്താ കാണുന്നത്? വെടിവയ്പ്പും ബഹളവും അതും ഇതൊക്കെ ഇതാണ് കാണുന്നത്. അപ്പോൾ അതും ഒരു പരിധിവരെ കാരണമാണ് കുട്ടികളിലെ അക്രമവാസന കൂടാനായിട്ട്. സൊസൈറ്റിയുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവും വരുന്നില്ല. അടുത്തിരിക്കുന്ന അച്ഛനോടോ അമ്മയോടോ മക്കൾ സംസാരിച്ചിട്ട് കാലം കുറെ ആയിട്ടുണ്ടാവും. നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക, ശരിയല്ലേ? നിങ്ങളുടെ മക്കൾ, എന്നെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മക്കൾ നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട് എത്ര നാളായിട്ടുണ്ടാവും?
ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് നിങ്ങളുടെ ഉത്തരം ഇല്ല എന്റെ മക്കൾ ഞങ്ങൾ പാരന്റ്സിനോട് സംസാരിക്കാറുണ്ട് എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ മറുപടി വരുന്നത്. അതും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ എഴുതാം. അപ്പോൾ ഇനി ബാക്കി, ഇങ്ങനെ ചുറ്റുപാടുകളുമായി ബന്ധമില്ലാതെ വളർന്നു വരുന്ന കുട്ടിയിൽ അക്രമവാസന ഉടലെടുക്കും. സിനിമയിലെ ക്രൈം ജീവിതത്തിൽ അനുകരിക്കുന്നവരും ഉണ്ടാകാം. ഉറപ്പായിട്ടും സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ അതൊരു 1-2% മാത്രമായിരിക്കും. ഞാനും മാർക്കോ കണ്ട ആളാണ്. എന്റെ കുറേയധികം സുഹൃത്തുക്കൾ മാർക്കോ കണ്ട ആൾക്കാരാണ്. ഞങ്ങൾ ആരും ഈ പറയുന്ന അടുത്ത ദിവസം വടിവാളും പിക്കാസും മൺവെട്ടിയൊക്കെ ആയിട്ട് പോയില്ല ആരെയും വെട്ടാനും കുത്താനും. അപ്പൊ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ആൾക്കാരുണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ അത് മാത്രമാണ് പ്രശ്നം. ബാക്കിയെല്ലാം യാതൊരു പ്രശ്നമില്ലാത്ത കാര്യങ്ങളാണ് എന്ന് പറയുന്നതിനോടാണ് യോജിപ്പില്ലാത്തത്. ഒരു മാർക്കോ എന്ന സിനിമ നിർത്തലാക്കി എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ വയലൻസ് കുറയോ? മാർക്കോ വരുന്നതിന് മുൻപേ തന്നെ ഇവിടെ വയലൻസ് ഇല്ലേ? ഒരുപാട് കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ. അങ്ങനെ നിർത്തണമെങ്കിൽ ആദ്യം നിർത്തേണ്ട രാഷ്ട്രീയ പാർട്ടികളെയാണ്. ചെയ്തിട്ടുണ്ടോ? ഇന്നേ വരെ അതിനെക്കുറിച്ച് ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു സിനിമ ഇറങ്ങിയപ്പോൾ മാർക്കോ ആണോ ആദ്യത്തെ വയലൻസ് സിനിമ എന്ന് പറയുന്നത്? മലയാളത്തിൽ മാർക്കോ ആയിരിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ കുട്ടികളുടെ കൈകളിലേക്ക് മൊബൈൽ ഉള്ളത് കൊണ്ട് തന്നെ ഏത് ലാംഗ്വേജിലുള്ള സിനിമയും എത്ര വയലൻസ് ആയിട്ടുള്ള സിനിമയും കുട്ടികൾക്ക് കാണാനുള്ള ആക്സസിബിലിറ്റി ഉണ്ട്. അപ്പൊ പിന്നെ ഒരു മാർക്കോ നിർത്തലാക്കിയിട്ട് എന്ത് ഫലം? ഒരു ഫലവും ഇല്ല. എന്നിട്ടും മാർക്കോയുടെ നിർമ്മാതാവ് അദ്ദേഹം അത്തരം സിനിമകൾ ചെയ്യില്ല എന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത സിനിമയിലെ ഇത്തരം വയലൻസ് സീക്വൻസ് കട്ട് ചെയ്യാനും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, മാർക്കോ എന്ന സിനിമയെ മാത്രം ബ്ലെയിം ചെയ്യുന്ന ആൾക്കാരുള്ള സിനിമ മാത്രമല്ല ഇന്നത്തെ വയലൻസിന് കാരണം. 1, വീട്ടിൽ നിയന്ത്രണമില്ല. 2, ടീച്ചേഴ്സ് പറഞ്ഞാൽ വിലയില്ല. പണ്ട് നമുക്കൊക്കെ ഇപ്പോഴും പോലീസുകാരെ കാണുമ്പം ചെറിയ പേടിയൊക്കെ ഉണ്ടാവും. കാരണം അവരെങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത് നമുക്കറിയില്ല. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക്, ഇന്നത്തെ ജനറേഷൻ പോലീസുകാരെ കാണുമ്പോൾ, ഞാൻ എല്ലാവരെയും പറയുന്നില്ല, ഒരു വിഭാഗം ആൾക്കാർ പോലീസുകാരെ കാണുമ്പോൾ അവർക്ക് യാതൊരു പേടിയുമില്ല. പോലീസുകാരോട് അങ്ങോട്ട് തട്ടിക്കയറുന്ന ഒരു തലമുറയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം കാരണം ഒരു സിനിമയാണോ? അതിനോട് എനിക്ക് യോജിക്കാനാവുന്നില്ല. നിങ്ങൾക്കത് യോജിക്കാൻ പറ്റുന്നുണ്ടോ? സിനിമയാണ് എല്ലാ വയലൻസിനും കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങളത് യോജിക്കുമോ? അതും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇനി ബാക്കി, ക്രൈം വാർത്തകളും രാഷ്ട്രീയക്കാർ നടത്തുന്ന കൊലപാതകങ്ങളും എല്ലാം അവരെ സ്വാധീനിക്കുന്നുണ്ട്. സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാരും കൂടി ആലോചിച്ച് പരിഹാരം കണ്ടെത്തണം. കുട്ടികളെ ഏകാന്തതയുടെ ലോകത്ത് നിന്ന് വായനയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനും മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്ന തരത്തിൽ സമൂഹ ജീവിയാക്കി മാറ്റാനുമാണ് രക്ഷകർത്താക്കൾ ശ്രമിക്കേണ്ടത്. ഉറപ്പായിട്ടും പണ്ട് നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. ഓരോ ഞായറാഴ്ചകളിലും ബാലസഭ എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ഞങ്ങൾ 4 മണിയൊക്കെ ആകുമ്പോഴേക്കും കുറേയധികം കുട്ടികൾ ഒരുമിച്ച് കൂടി അവിടെ കളിച്ചിരി തമാശകളൊക്കെ ആയിട്ട് സൊസൈറ്റിയുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുമായിരുന്നു. നാട്ടിൻപുറങ്ങളിൽ എത്ര കുട്ടികൾ അവരുടെ സുഹൃത്തുക്കളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും വീടുകളിലാണ്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടുന്നില്ല. പേടിയാണ് പാരന്റ്സിന്. ഈ കുട്ടി നാളെ എന്തായി മാറും? ഒരു ആൺ സുഹൃത്തിനൊപ്പം കളിക്കാൻ പോയാൽ, അല്ലെങ്കിൽ ആൺകുട്ടികളോടൊപ്പം കളിക്കാൻ പോയാൽ ഉറപ്പായിട്ടും പാരന്റ്സ് പേടിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാരന്റ്സ് എല്ലാവരും ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. ഈ കുട്ടി നാളെ എന്തായി മാറും? ആർക്കും അറിയില്ല. പണ്ട് അയൽക്കാർ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നു, ഇന്ന് അയൽക്കാർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ആ വീട്ടിൽ വളരുന്ന കുട്ടി സമൂഹമായിട്ട് യാതൊരു ബന്ധമില്ല. നിങ്ങൾ എടുത്താൽ അറിയാൻ പറ്റും. തിരുവനന്തപുരത്ത് നന്ദൻകോട് ഒരു കേടൽ, ആളുടെ ഫുൾ നെയിം എനിക്കറിയില്ല, കേടൽ എന്ന് പറഞ്ഞ അച്ഛനെയും അമ്മയും വെട്ടിക്കൊന്ന ആ ഒരു ചെറുപ്പക്കാരൻ, അവൻ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ ഇരയായിരുന്നു. അതുപോലെ തന്നെ ഈ വെള്ളറടയിൽ അച്ഛനെ വെട്ടിക്കൊന്ന ആ ചെറുപ്പക്കാരൻ, അവനും ബ്ലാക്ക് മാജിക്കിന്റെ ഇരയായിരുന്നു. ഇവിടെ വെഞ്ഞാറമൂട് 5 പേരെ കൊന്ന ചെറുപ്പക്കാരൻ, അവൻ ലഹരിക്കടിമയാണെന്ന് പറയുന്നു. ഇപ്പോ ഈ ഷഹബാസിനെ കൊന്ന ആ ചെറുപ്പക്കാർ, ഇവരെല്ലാവരും സൊസൈറ്റിയുമായിട്ട് എത്രമാത്രം ബന്ധമുള്ള ആൾക്കാരാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സുമായിട്ട് നമ്മൾ അടി ഉണ്ടായി കഴിഞ്ഞാൽ വിത്തിൻ 10 മിനിറ്റ്സ് തോള് കയറിയിട്ട് നടക്കുന്ന കാണാം. റിഗ്രറ്റ് ആണ്. അയ്യോ, ഞാൻ അവനെ തല്ലിപ്പോയല്ലോ, അല്ലെങ്കിൽ ഞാൻ അവനെ ചീത്ത പറഞ്ഞു പോയല്ലോ എന്ന് റിഗ്രറ്റ് ആണ്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് റിഗ്രറ്റ് എന്ന സാധനം ഇല്ല. കൊല്ലടാന്നാ പറയുന്നത്. ഇത് സിനിമയുടെ ഇൻഫ്ലുവൻസ് ആണെന്ന് ഒരിക്കലും പൂർണ്ണമായിട്ട് പറയാൻ എനിക്ക് പറ്റില്ല. അത് അംഗീകരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. സിനിമ മാത്രമല്ല ഇവിടെ പ്രശ്നം. മൊത്തത്തിൽ എല്ലാവരും കൂടെ കൂട്ടായിട്ട് നിന്ന് തീരുമാനമെടുത്ത് ഈ പറയുന്ന ഇഷ്യൂസ് തീർത്താലേ പറ്റുള്ളൂ. ലഹരിയുടെ കാര്യം പറയുന്നു. എന്തുകൊണ്ട് ലഹരി പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവിടെയുള്ള അധികാരപ്പെട്ട ആൾക്കാർക്ക് ഈ ലഹരി വരുന്നതിന്റെ ഉറവിടം എവിടെയാണെന്നും ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നും ഒന്നും അറിയില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് എല്ലാവർക്കും എല്ലാം അറിയാം. പക്ഷേ നമ്മുടെ കുടുംബത്തിലല്ലല്ലോ, നമ്മുടെ വീട്ടിലല്ലല്ലോ, പിന്നെ എന്തിനും നമ്മളിതിൽ ഇടപെടണം എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. എല്ലാം നമ്മളിലേക്ക് മാറുകയാണ്. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും നമുക്കൊരു വിഷയമല്ല എന്ന അവസ്ഥയിലേക്ക് കാലം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൊസൈറ്റിയിലെ വയലൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു സിനിമ മാത്രമല്ല, ഇവിടെ എല്ലാ വിഭാഗവും അതിൽ പെടും. രാഷ്ട്രീയമായിക്കോട്ടെ, മറ്റു മേഖലകളായിക്കോട്ടെ, എല്ലാം. ഇന്റർനെറ്റ് വന്നതുകൊണ്ടാണല്ലോ ഇത്രയധികം ആക്സസിബിലിറ്റി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്റർനെറ്റ് പ്രശ്നക്കാരനല്ലേ? രാഷ്ട്രീയക്കാർ പ്രശ്നക്കാരല്ലേ? അപ്പോൾ ഒരു സിനിമയെ അല്ലെങ്കിൽ സിനിമാക്കാരെ മാത്രം പറയുമ്പോൾ മറ്റുള്ളവരെല്ലാം പതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഇപ്പം ഈ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ലഹരിക്കെതിരെ എല്ലാവരും ഭയങ്കരമായിട്ട് വാദിക്കുന്നുണ്ട്. ഇത് എത്ര നാളുണ്ടാവും? കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടു, ഏതൊരു സ്റ്റേഷനിൽ ലഹരി മരുന്നുമായിട്ട് പിടിച്ചിട്ട് 2 ലക്ഷം രൂപ കൈക്കൂലി മേടിച്ചിട്ട് അവരെ തുറന്നു വിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ വാർത്ത കേട്ടു. ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവിടെ ലഹരി ഒഴിവാകുന്നത്? കാശ് ഉണ്ടെങ്കിൽ ആർക്കും എന്തും ആരെയും ചെയ്യാം എന്നൊരു അവസ്ഥയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു മാർക്കോ നിർത്തി വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു സിനിമ നിർത്തി വെച്ചതുകൊണ്ടോ യാതൊരു ഫലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ തലമുറയ്ക്ക് മാർക്കോ ഇല്ലെങ്കിൽ അനിമൽ, അത്രേ അവർ കാണുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമന്റ് ചെയ്യുക. ഒരു മാർക്കോ ആണോ ഇവിടുത്തെ വയലൻസിന് കാരണം? സോ നമുക്ക്
പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. ഞാൻ വീണ്ടും അത് ചോദിക്കുകയാണ്. ഒപ്പം നിങ്ങളുടെ സപ്പോർട്ട്, ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. പാരന്റ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക. അവർ കാണട്ടെ, ചിന്തിക്കട്ടെ. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.